ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ടോയ്സിൻ്റെ ഒരു വീഡിയോ ആണ്. ഞങ്ങൾ ആദ്യം എടുത്ത വീഡിയോ അല്ല, നമ്മളെ ഫോൺ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിലീറ്റ് ആയിപ്പോയി. ഇത് നമ്മൾ രണ്ടാമത് എടുത്ത വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അടുത്തത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ചെണ്ടയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു അടിക്കുന്ന സാധനമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന നോക്കട്ടെ. ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കൊട്ടാം. ബ്രഷ് ചെയ്യുന്നത് ഓക്കെ, നമുക്ക് കൊട്ടാം. അപ്പോൾ നമ്മൾ കൊട്ടുന്ന ചെണ്ടയാണ്. ഇതെൻ്റെ അച്ഛൻ വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിനി അടുത്തത് നമുക്ക് കുഴി. ഇത് കണ്ടോ, ഇത് കാണിച്ചു തരാം കേട്ടോ സംഭവം. പിന്നെ ഈ ടോയുടെ പിന്നിലൊരു കഥയുണ്ട്. ഞങ്ങളാണെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ഈ ഒരു ടോയ് കണ്ടു. മിക്കു കിടന്ന് കരങ്ങി, എനിക്ക് വേണം, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കരങ്ങിയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ടോയാണിത്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 വർഷമായി. അപ്പം നമുക്ക് നോക്കിയാലോ. ശരിയാണ്, പക്ഷേ ഇത് വർക്കാവും. നമുക്ക് നോക്കാം. തല തിരിച്ചു വെച്ചു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ അപ്പൊ ഇത് സീബ്രയാണ് കേട്ടോ. ഇതെന്റെ അമ്മയും ഇന്നമ്മയും കുഞ്ഞു കാലം മുതലേ വെച്ച് കളിച്ചൊരു ടോയാണിത് കേട്ടോ. പറയുന്നതേ അടുത്തെന്താ ഇതുണ്ട്. ഇത് നമ്മുടെ ഡോട്ടർ കിറ്റാണ് കേട്ടോ. ഡോട്ടർ സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളത് ഇത് നമ്മുടെ കിച്ചൺ സെറ്റുള്ള ഐറ്റംസ് ആണ്. ഇതും ഇൻജക്ഷൻ വെക്കുന്ന ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ഇത്തിരി ഓക്കെ. അപ്പോൾ ഇങ്ങനെ. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മൾ ഊതുമ്പോൾ പൊങ്ങുന്നതാണ്. അതിൻ്റെ സാധനം ഇപ്പോൾ ഇല്ല. ഇത് നെക്സ്റ്റില്ല. അപ്പം നമ്മൾ ഇത്രയും ഡോട്ടേ കിട്ടിയുള്ളൂ. ഇത് നമ്മുടെ പണ്ടത്തതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാലേ എൻ്റെ ചെസ്സാണ് കേട്ടോ. ചെസ്സ് ഇതിൻ്റെ അകത്ത് ഒരാളുണ്ട്. അപ്പം നമ്മുടെ പുലിയാണത്. അത് ഏതോ ഒരു കിൻഡർ ജോയിലൂടെ കിട്ടിയതാണ് പണ്ട്. അപ്പം നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗതയാണ്. ഗത എനിക്ക് അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്മാമ്മയുടെ വീടിൻ്റെ അടുത്തൊരു ശിവക്ഷേത്രം അങ്ങനെ എന്തോ ഉണ്ട്. അവിടെ ആ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ചു തന്നൊരു ഗതയാണിത്. രാമനും ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒന്ന് വാങ്ങിച്ചു കേട്ടോ. എന്താണ്? ഓക്കെ, അത് ചെസ്സിൻ്റെയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതെടുക്കാം. ഇത് ഞാൻ പണ്ട് കുഞ്ഞിലായിരുന്നപ്പോൾ എനിക്ക് വാങ്ങിച്ചു തന്നൊരു കളിപ്പാട്ടമാണ് കണ്ടോ. ഇത് മറ്റേ കിളിക്കണ സാധനമാണ്. ഇതിൻ്റെ അകത്ത് ആപ്പിളാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നെയാണ്. ഇത് ലൈറ്റ് ഇല്ല, ചാർജ് തീർന്നുകൊണ്ട് കത്തുന്നില്ല. ഇത് കോടിത്തൂലൊളി. ഇതിലൊരു കമ്പുണ്ടായിരുന്നു, അതിപ്പോ കാണാനേ ഇല്ല. ഇത് വെച്ച വാച്ച് തന്നെയാണ്. പുറയിലത്തെ കമ്പുണ്ടായിരുന്നു, ഇവിടെയാണ് ഇല്ല. ഇത് മിക്കുവിന് ചെറുതിലെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴാണ് മിക്കുവിന് കളിപ്പാട്ടോളം മനസ്സിലായത് കേട്ടോ. അതുപോലെ മിക്കുവിന് ഭയങ്കര പേടിയുള്ള ഒരു ഐറ്റമായിരുന്നു ഇത്. എൻ്റെ വീലൊക്കെ ഉണ്ട്, അതിൻ്റെ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നാണ്. ഇത് നമുക്ക് കാറ്റേഴ്സിനെ പോലെ ലാസ്റ്റ് കിട്ടിയൊരു ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മുടെ മായാൻ്റെ എന്നതാണ്. മായാൻ്റെ മോൻ ഗൾഫിൽ പോയിട്ട് എൻ്റെ അതാണ് ശ്രീകുട്ടൻ മാമ ഗൾഫിൽ പോയിട്ട് കൊണ്ടുവന്ന ഒരു ഐറ്റമാണിത്. നമുക്കിത് വർക്ക് ചെയ്യും കേട്ടോ.
ഗൾഫിൽ അപ്പൊ ഇത് നമ്മുടെ ശ്രീകുട്ടൻ മാമൻ ശ്രീകുട്ടൻ ചേട്ടൻ കൊണ്ടുവന്ന ഒരു ഐറ്റമാണ്. അടുത്തത് നമ്മുടെ കിഡ്സ് ക്യൂബ്. അറിയത്തില്ലേ കുട്ടികൾക്ക്, എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. ഇത് നമ്മുടെ റൂബിൻസ് ക്യൂബാണ്. എൻ്റെ അച്ഛനെ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് മിക്കുനും അമ്മയ്ക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ ഇത് കളിക്കാൻ. അന്ന് നമ്മുടെ ഒരു നല്ലുപോത്ത് പോയപ്പോൾ കൊണ്ടുവന്നൊരു ഐറ്റമാണിത്. എൻ്റെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഇത് ഫാൻ അല്ല കേട്ടോ, വർക്കാവൂല ഇപ്പൊ. ഇത് നമ്മുടെ ബബിൾസ് ഇവിടെ നിന്ന് സ്പ്രേ ചെയ്യും കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ഫാൻ ഉണ്ട്, അത് വെച്ചാണ്. പിന്നെ നമ്മുടെ ഇവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബബിൾസ് ഇഷ്ടം പോലെ പോകും. അതിപ്പം തുടങ്ങിയിരിക്കുക. എന്താണ് ഓക്കെ, അടുത്തത് നമുക്ക് അടുത്തത് നോക്കുന്നത് നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ താറാവാണ് കേട്ടോ. താറാവ് ഇതിനും ബാറ്ററിയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് പൊട്ടിപ്പോയി. അപ്പം ഇത് വർക്കൊന്നും ആവത്തില്ല കേട്ടോ. നമ്മുടെ താറാവാണ്. ഇതിൻ്റെ മുകളിൽ ഇവിടെ ലൈറ്റ് കത്തും. കണ്ണിലൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് മുകളിൽ നിന്നൊക്കെ കത്തുമായിരുന്നു. അപ്പം അതൊക്കെ കുറച്ചു. അടുത്തത് വരുന്നത് പിയാറോയാണ്. ഇത് വർക്കായിരുന്നു, പക്ഷെ ഇപ്പം വർക്കാവുന്നില്ല. അപ്പം നമുക്കിനി അടുത്ത എടുക്കാം. ഇതുണ്ടോ, ഇത് നമ്മുടെ റിംഗ് ആണ് കേട്ടോ. കൊച്ചുകുട്ടികൾ, ഞാൻ കുഞ്ഞിലായിരുന്നപ്പോൾ എനിക്ക് വാങ്ങിച്ചൊരു കളിപ്പാട്ടമാണിത്. റിംഗ് ആണ്. എന്താണ് ഓക്കെ. അപ്പം ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഇത് കുഞ്ഞുകുട്ടികൾ കഴിച്ചുള്ളതാണ്. പ്രത്യേക നിക്കുവിൻ്റെ നെസറിയിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പാവ കൊടുത്ത് തലയിൽ ചപ്പിരിക്കുന്നു. ഇതിൻ്റെ 3 എണ്ണോട് സൗണ്ട് കേൾക്കും. പക്ഷെ ഇപ്പം അതിൻ്റെ താഴേക്ക് അടിച്ച് ഞാൻ പൊട്ടിച്ചു. ഞാൻ പാടുമായിരുന്നു, അപ്പം അത് അടിച്ച് പൊട്ടിച്ചു കേട്ടോ. ഓക്കെ, നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പാണ്. ഇതിൻ്റെയും പറയുന്ന ഒരു കഥയുണ്ട്. അച്ഛൻ കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പ് കൊണ്ടുവന്ന് അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ മിക്കു അങ്ങോട്ട് പോയി. എനിക്ക് ലാപ്ടോപ്പിൽ കളിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും. അങ്ങനെ 300 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ലാപ്ടോപ്പാണ് ഇത്. ഇത് വന്നതിന് ശേഷം അവൾക്ക് ഇത് വേണ്ട, അത് അവൾ കൊണ്ട് കളയും. ഇത് നമുക്ക് കുട്ടികൾക്ക് പഠിക്കേണ്ടതാണ്. ഈ പുസ്തകം ഇതിൽ സ്പീക്കറും ഉണ്ട് കേട്ടോ. നമുക്ക് അതെ, ഓക്കെ. അപ്പം നമുക്കിനി ഇത് ഇവിടെ വയ്ക്കാം. മിക്കൂസേ, അടുത്ത ബിൽഡിംഗ് ബ്ലോക്സ് ഇങ്ങെടുത്തോ. ഓ, ഇത് കണ്ടോ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇത് മൊത്തത്തെ ഉണ്ട് കേട്ടോ ബിൽഡിംഗ് ബ്ലോക്സ്. ഓക്കെ, ഇത് വില കൊടുത്തിട്ടുണ്ട്. ഒരു ഐറ്റമാണ് ഇത്. പണ്ട് എനിക്ക്, ഇപ്പോഴല്ല, പണ്ട് എനിക്ക് അനിമാമ വാങ്ങിച്ചു തന്നെയാണ്. ഇത് ചാടുമായിരുന്നു, ഇപ്പൊ വർക്കിംഗ് അല്ല. ഇത് പണ്ട് ചാടി ചാടി പോകുമായിരുന്നു. എൻ്റെ മൂക്ക് കണ്ടോ, റാബിറ്റ്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മള് നമ്മുടെ പട്ടിയാണിത്, നമ്മുടെ കളിപ്പാട്ടം പട്ടി. ഇത് ആര് വാങ്ങിച്ചു തന്നെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മാമ്മ പോയിട്ട് ഗുരുവായൂർ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു ഐറ്റമാണിത് കേട്ടോ. പാവം, ഇതിൻ്റെ ചെവി ഉണ്ടോ, ആട്ടിൻ്റെ ചെവിയോടെ ഇരിക്കുന്നത്. അടുത്തത് ഇത് കണ്ടോ, നമ്മുടെ കുതിരയാണ്, യൂണിക്കോൺ. 2 എണ്ണം ഉണ്ട്. ഇത് നമ്മുടെ ഷാരു ആൻറ്റി, തമിഴാണ് കേട്ടോ. ഷാരു ആൻറ്റി, പാട്ടി, പിന്നെ ധാർമ്മിക, ഇവർ 3 പേരും തമിഴാണ്. അവരെ കൂടെ ചേർന്നിത്തിരി തമിഴൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ തമിഴ് പറയും കേട്ടോ. അത് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പറയണേ. എനിക്ക് കൊഞ്ചം തമിഴ് തരുമോ തങ്കച്ചി? ഉണക്ക് തരുമാ? തരുമോ? അവൾക്ക് കൊഞ്ചം തരുമോ? എനിക്ക് നല്ലവാ തമിഴ് തരുമോ? പേഴ്സി എനിക്ക് ரொம்ப தெரியும். இது வந்து தார்மிக்கோடு அம்பா வாங்கி கொடுப்பேன். இது வந்து யூனிகார்ன் தான், யூனிகார்ன். அடுத்தது வந்து
എന്നോട് അപ്പ വാങ്ങി തരുത്. ഇത് തമിഴ് சொல்லுங்க பேசல மிக்கு കൂട്ടി തമിഴ് சொல்லோ மிக்கு തമിഴ് சொல்ல. അപ്പോൾ ഇന്ന് തമിഴ് ഉനക്ക് இந்த டைம் வந்து അവർക്ക് தெரியல. ഓക്കേ അപ്പോൾ ഇനി ഇത് തന്നെ ഞാൻ കേട്ടേ. ഇത് വന്ന് എന്നോട് ഷാർവാൻഡിയോ ഞാൻ നേരത്തെ சொல்லல ധാർമികോട് അമ്പ വാങ്ങി കൊടുപ്പേ. ഇതുണ്ടോ, ഇത് വന്ന് കുഞ്ഞി ഡക്ക്. അപ്പോൾ ഇത് റൺ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഓടുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ വർക്ക് ആക്കുമ്പോൾ ഇത് ചാടി ചാടി മുകളിൽ പോകുന്ന ഒരു ഐറ്റാണ്. പക്ഷെ ഇതില്ല, ഞാൻ ഇതുവഴി നനഞ്ഞു വരും. വരുന്നുണ്ടോ ഇതോ നീ ഇവിടെ നിന്ന് കയറി കയറി പോകുന്ന ഒരു ഐറ്റമാണ്. ഇതും എനിക്ക് എന്ന് പറയുന്നത് നമ്മുടെ പമ്പരാണ് കേട്ടോ. നമ്മൾ പണ്ട് വർക്കല ബീച്ചിൽ പോയപ്പോൾ, പണ്ടൊന്നല്ല 2-3 മാസം മുന്നേ നമ്മൾ വർക്കല ബീച്ചിൽ പോയപ്പോൾ എനിക്ക് അച്ഛൻ വാങ്ങിച്ചൊരു പമ്പരാണിത്. നമ്മളൊരു ബബിളും വാങ്ങിച്ചായിരുന്നു. ഇങ്ങനെ ആക്കുന്ന ഒരു ബബിളില്ലേ കൈ വെച്ച്, അതും വാങ്ങിച്ചായിരുന്നു. അതിലേക്ക് ഹെലികോപ്റ്റർ ഇതാ നീരുടെ നൂരിതാ. ഓക്കെ, എങ്ങനെയാണ് ഇത് വക്കാന്ന് അറിയത്തില്ല. നമ്മുടെ ഒരു ആനയാണ്. ആനയ്ക്ക് ചെവിയില്ല, കാലിതാ ആന അടിച്ചു പിടിച്ചു. അതുകൊണ്ട് ആനയ്ക്ക് കാലില്ല, ചെവിയില്ല, ഇപ്പൊ വർക്കില്ല. പണ്ട് അലാറം വെച്ചുകൊണ്ട് പോയിരുന്നു. ഇന്ന് പോണത് ആനയില് കറക്റ്റ് സൗണ്ടൊക്കെ വരുമായിരുന്നു. പട്ടി ഏറിയ പോലെ ഇവിടെ ആന ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടുകയായിരുന്നു. അത്രയ്ക്ക് സൗണ്ടായിരുന്നു ഇത്. അടുത്തത് നമുക്ക് ബാറ്റ് ആണ് കേട്ടോ. നമ്മുടെ ബാറ്റ് ആണ്. ഇതുണ്ടോ, നിക്കുഞ്ഞ പുതിയ സൈക്കിളാണ്. പുതിയല്ല, പഴയല്ല. നിക്കുഞ്ഞ 2 വയസ്സ് കാണിച്ച ഒരു സൈക്കിളാണ് കേട്ടത്. അപ്പൊ അടുത്ത നമുക്ക് കാണാൻ പോകുന്നതാണ് തോക്ക്. ഇഷ്ടം പോലെ തോക്കുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ വച്ച് വിടുന്ന ഒരു ഐറ്റമാണ്. ഇതുണ്ടോ, അതവിടെ കറങ്ങട്ടെ. നോക്കണ്ട 1 2 3 4 5 6 7 8 തോക്കുകളുണ്ട് കേട്ടോ. നമുക്ക് ഇതിലും കൂടുതലുണ്ട്. എവിടേക്ക് നശിപ്പിച്ചുള്ളെല്ലാരും. അപ്പം അടുത്തെന്ന് പറയുന്നത് ഇത് ഇതും നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതും ഞാൻ തോന്നിച്ചു കുതിരയുടെയൊക്കെ ആയിരുന്നു. കുതിരയുടെ ഉണ്ടായിരുന്നു. ഇത് ആന കേട്ടോ. നമ്മൾ പണ്ട് ഉത്സവത്തിനൊക്കെ വാങ്ങിച്ചാൽ തുടങ്ങി. കിളിക്ക് മിക്കു പണ്ട് കുഞ്ഞിലായിരുന്നപ്പ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കിളിക്ക്. നല്ല സൗണ്ട് ഉണ്ട്. അപ്പൊ നോക്കി ഇനി അടുത്ത ഇത്തിരി പാവ നമ്മുടെ പറഞ്ഞല്ലോ. അടുത്തെന്ന് പറയുന്നത് ഇത് കണ്ടോ, നമ്മുടെ മുട്ട. ഇത് പോവും കേട്ടോ. നോക്ക്, ഇത് പോകുന്നതാണ് മുട്ട. ഇതിന്റെ കയ്യിൽ, ഈ ഡൈനോസിന്റെ കയ്യിരിക്കണ മുട്ട തുറക്കും കേട്ടോ. ഇതിന്റെ അകത്ത് നിന്നാണ് കുഞ്ഞു വരുന്നത്. അടുത്തത്
നമ്മുടെ പണ്ട് എനിക്ക് അമ്മ വാങ്ങിച്ചെന്ന പാവയാണ്. ചെല്ലയിലൊക്കെ ഞാൻ കുത്തിട്ടു. പിന്നെ ഞാൻ കാര്യം പറയട്ടെ, കണ്ടോ ഈ ഒരു ഐറ്റമാണ് നമ്മള് TV കണ്ട ഒരു കാവടിച്ച് വാങ്ങിയാണ്. തലയൊക്കെ ഞാൻ ഊരി പറിച്ചു വെച്ചു. ഇതാന്നൂടെ ഇത് തല ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു ക്യൂട്ടാണല്ലേ. തല ഊരി നമ്മുടെ പാവക്കുട്ടിയാണ് കേട്ടോ. ഇത് നമ്മുടെ പാവയാണ്. ഇത് നമ്മുടെ സനിമാമ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ പാവ. നമുക്ക് അടുത്തത് ഈ ഒരു പാവയാണ്. ഇത് എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നെയാണ്. കിറ്റി കിറ്റി വാടി പൊന്മണി കോട്ടം വാടി. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ പാവ. ഇത് നമ്മുടെ അമ്മാമ്മ ഗുരുവായൂരിൽ പോയിട്ട് വന്നപ്പോ വാങ്ങിച്ചാണ്. ഒരു ആനയാണ്. അടുത്തതെന്ന് പറയുന്നത് ഫോട്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കാറ്റടിക്കുന്ന ബലൂണിന്റെ ആണ്. നല്ല ചൂട് കാറ്റുണ്ട്, അല്ല തണുത്ത കാറ്റുണ്ട്. ഇത് കണ്ടോ അടുത്തത്. ഞാൻ വിചാരിച്ചു സൗണ്ട് ഉണ്ടെന്ന്, പക്ഷേ നോക്കിയപ്പോഴാണ് സൗണ്ട് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ വോയിസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.